കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും. അദ്ദേഹം ആദ്യമെല്ലാം തന്നെ ചില എതിർപ്പുകൾ പ്രകടമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ അവസാനഘട്ട പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ സുധാകരൻ തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. യഥാർത്ഥത്തിൽ സുധാകരനെ കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ കണ്ണൂർ സ്ഥാനാർത്ഥിയായി ഒതുക്കുന്നതാണോ എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ആ ഊഹങ്ങളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ സുധാകരനെ ഒതുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശാഭിമാനി പുറത്തുവിട്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ കണ്ണൂരിൽ നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ KC വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവായ VD സതീശന്റെയും ഒതുക്കൽ രാഷ്ട്രീയമാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ സുധാകരന്റെ കണക്കുകൂട്ടൽ തിരിച്ചറിഞ്ഞുള്ള മറുതന്ത്രം കൂടിയാണിത്. മത്സരിക്കുന്നതോടെ ആദ്യം KPCC പ്രസിഡന്റ് പദവി തെറിപ്പിക്കുകയും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുകയും എന്നതാണ് യഥാർത്ഥത്തിൽ തന്ത്രം. മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനത്തിനും മുൻകൈ എടുക്കാത്തതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും തോൽവിക്ക് കാരണമാകുമെന്ന കണക്കുകൂട്ടലിലാണ് സുധാകരൻ പിന്മാറാൻ ശ്രമിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മത്സരിക്കുകയാണെങ്കിൽ ഇനി KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമെന്നും തോറ്റാലും ജയിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. നിയമസഭയിലേക്ക് മത്സരിക്കുകയും അതുവരെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് തങ്ങളുടെ മോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന ചിന്തയിലാണ് വേണുഗോപാലും സതീശനും കൈകോർക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിന്റെ ഏത് തീരുമാനവും കണ്ണുമടച്ച് അംഗീകരിക്കുന്ന പതിവാണ് കുറച്ചു കാലങ്ങളായി ഹൈക്കമാൻഡിന് ഉള്ളത്. ഇക്കാര്യത്തിലും ഹൈക്കമാൻഡ് നോക്കുകുത്തിയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തട്ടകമായ കണ്ണൂരിലെ നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ കോഴിക്കോടുകാരനായ KPCC ജനറൽ സെക്രട്ടറി K ജയന്തിനെ മത്സരിപ്പിക്കാനുള്ള നീക്കവും സുധാകരന് വിനയായിട്ടുണ്ട്. സുധാകരന് ഒപ്പമുണ്ടായിരുന്ന കണ്ണൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ കളവും മാറി. സീറ്റ് ലക്ഷ്യമിട്ട് കണ്ണൂരിൽ തമ്പടിച്ച ജയന്തും നിരാശൻ തന്നെയാണ്. BJPയിലേക്ക് ചേക്കേറിയ സന്തത സഹചാരിയായ C രഘുനാഥ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതും മമ്പളം ദിവാകരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അനാരോഗ്യം അലട്ടുന്ന സുധാകരനെ സഹായിക്കാൻ ഇനി ആരെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒപ്പം നിന്ന പലരെയും സുധാകരന് വിശ്വാസമില്ല എന്നുള്ളതും അവിടെ വസ്തുത തന്നെയാണ്. അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല മുഴുവൻ ജയന്തിനും കോഴിക്കോട്ടുകാരനായ N സുബ്രഹ്മണ്യനെയും ഏൽപ്പിക്കാനാണ് സുധാകരൻ ആലോചിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ സുധാകരന്റെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ തരത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. സുധാകരന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലതാമസവും വലിയ തരത്തിൽ തന്നെ ചർച്ചയായിരുന്നു. അതിനുള്ള പ്രധാന കാരണവും സുധാകരന് ഈ നീക്കങ്ങളെല്ലാം തന്നെ അറിയായിരുന്നു എന്നുള്ളതാണ്. നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സുധാകരന് എതിരെ നീങ്ങുന്ന പ്രതിപക്ഷ നേതാവിനെയാണെങ്കിലും KC വേണുഗോപാലിനെ ആണെങ്കിലും അല്ലെങ്കിൽ ആ കോൺഗ്രസിനുള്ളിലത്തെ ആ രാഷ്ട്രീയമാണെങ്കിലും സുധാകരന് കൃത്യമായി തന്നെ വശമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം ആദ്യം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലും അദ്ദേഹം കൃത്യമായ ഒരു ഉപാധി വെച്ചിട്ടുണ്ടായിരുന്നു, തന്റെ KPCC സ്ഥാനം തുടരണമെന്ന്. എന്നാൽ ആ KPCC സ്ഥാനം തുടരാൻ അദ്ദേഹത്തിന് അനുമതിയില്ലായിരുന്നു എന്നുള്ള തീരുമാനങ്ങൾ പിന്നീട് വരുന്നു. സുധാകരൻ ആദ്യം മത്സരിക്കില്ല എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം മത്സരിക്കാമെന്ന്, അതും ഉപാധികളോടെ തന്നെ മത്സരിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകരുത് എന്നുള്ളൊരു ഡിമാൻഡ് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അതിനെല്ലാം ശേഷമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് സുധാകരൻ വീണ്ടും തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് വീണ്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ വെട്ടിലാക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുധാകരൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു തലവേദനയായി മാറുന്നു എന്നുള്ള വാർത്തയും കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ വരുന്നുണ്ട്. കാരണം സുധാകരന്റെ ചില വാക്കുകളെല്ലാം തന്നെ വലിയ തരത്തിൽ വിമർശിക്കപ്പെടുകയും വിവാദങ്ങളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തെറി പറഞ്ഞു എന്നുള്ളൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വളരെയധികം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്, വിമർശിക്കപ്പെട്ടതാണ്, വിവാദമായതാണ്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾക്കെല്ലാം തന്നെ മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലെ കോൺഗ്രസിനുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സുധാകരനെ മടുത്തു അല്ലെങ്കിൽ സുധാകരൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് എന്നുള്ള നിലയിലേക്കായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ എല്ലാം തന്നെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ ഇപ്പോൾ സിറ്റിംഗ് MP ആയിട്ടുള്ള ഹൈബി ഈഡൻ പോലും മുന്നിട്ട് വരികയും അദ്ദേഹം കൃത്യമായി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അണികൾ നോക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം എന്നതാണ്. അതായത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മാത്രമാണ് താഴെ തട്ടിലുള്ള അണികളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും നോക്കിക്കാണുന്നത്. അതിന്റെ തലപ്പത്തുള്ള ഇത്തരത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ വീഴ്ചകളാണെങ്കിൽ പോലും
അത് വലിയ തരത്തിൽ തന്നെ പ്രസ്ഥാനത്തെ തന്നെ ബാധിക്കുമെന്നാണ്. അത്തരത്തിൽ പ്രസ്ഥാനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ അത് അവർക്ക് പോലും വലിയ തരത്തിൽ നീരസം ഉണ്ടാക്കുമെന്നുള്ള തരത്തിലായിരുന്നു ഹൈബി ഈഡൻ സുധാകരൻ ഒരു ബാധ്യതയാണെന്ന് പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ സുധാകരനെതിരെയുള്ള കാറ്റ് പാർട്ടിയിൽ നിന്നും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങളും ആ ഊഹക്കഥകളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടാണ് ഇന്നത്തെ ദേശാഭിമാനി വാർത്ത പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും സുധാകരൻ ഇനിയിപ്പോൾ കണ്ണൂരിൽ തന്നെ മത്സരിക്കും. എം വി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ യഥാർത്ഥത്തിൽ ഒരു എതിരാളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഒരു യുദ്ധം തന്നെ നടക്കും. ഒരു രാഷ്ട്രീയ പോർക്കളമായി തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ജയിക്കുകയാണെങ്കിൽ സുധാകരൻ നേരിട്ട് ലോക്സഭയിലേക്ക് പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ പരാജയമാണ് സുധാകരനെ കാത്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയും ലോക്സഭയും നഷ്ടമാകുമെന്നുള്ളതും അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം വീണ്ടും ഒരക്ഷരം പോലും പ്രതികരിക്കാനാകാതെ ഒതുങ്ങിപ്പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ച തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും KC വേണുഗോപാലിന്റെ ആണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആണെങ്കിലും ഇപ്പോൾ ദേശാഭിമാനി പറയുന്ന പോലെ ഇരുവരുടെയും തീരുമാനമനുസരിച്ച് സുധാകരൻ ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ അന്വർത്ഥമായിരിക്കുന്നത്.